ബി.ജെ.പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജന്റെ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ തുറന്നുപറച്ചിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പിടിവള്ളിയായി. ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിലുള്ള ഡീൽ ഉറപ്പിക്കാനാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. കൂടിക്കാഴ്ചയുടെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുറന്നടിച്ചത്. ബി.ജെ.പി നേതാവിന് ചായ കുടിക്കാൻ പോകാൻ ഇ.പിയുടെ മകന്റെ ഫ്ളാറ്റ് ചായക്കടയല്ലോ എന്നായിരുന്നു കെ. സുധാകരന്റെ പരിഹാസം. കേരളത്തിലെ മത്സരം LDFും BJPയും തമ്മിലാണെന്ന് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇ.പി. ജയരാജൻ പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇടതുമുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഇ.പി. ജയരാജൻ വെളിപ്പെടുത്തിയതോടെ കോൺഗ്രസ് നേതാക്കൾ അത് ആഘോഷമാക്കി. BJPയും CPMും തമ്മിൽ ഡീൽ ഉറപ്പിക്കാനാണ് ജയരാജൻ ജാവ്ദേക്കറിനെ കണ്ടെന്ന് പറഞ്ഞ കെ.സി. വേണുഗോപാൽ ഇരുവരുടെയും കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞതാണെന്നും തുറന്നടിച്ചു. അപ്പോൾ ഈ കേസ് ഇത്ര നീട്ടി കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് മാറ്റിവെക്കലാണ് ലാവ്ലിൻ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ കരുവന്നൂർ കേസിൽ പറയുന്നതല്ലാതെ ഒന്നും ഒരു ആക്ഷനും നടക്കുന്നില്ല. അപ്പൊ കരുവന്നൂരിൽ ഇതൊക്കെ ഡീലാണ് നടന്നിട്ടുണ്ടെന്നല്ല വ്യക്തമല്ലേ? ഇ.പി. ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടുപ്രതിയായ ഇ.പി. ജയരാജനെ തള്ളിപ്പറയുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇപ്പോഴാണ് CPM BJP ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇ.പി. ജയരാജനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായതെന്നും മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചന ആരോപണം വെറുതെയാണെന്നും കെ. സുധാകരൻ പറഞ്ഞു. കൊട്ടേഷൻ എന്തൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയുടെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും. എന്തെന്നാ ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ? ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം. അത് അതിന്റെ ഭാഗമായിട്ടങ്ങ് പോകുക എന്നല്ലാതെ ഇതിൽ വലിയ ആനക്കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. പ്രചാരണത്തിലുടനീളം ഇ.പി. ജയരാജന്റെ BJP അനുകൂല പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ദിവസത്തിനും പറയാനുള്ള വക ഇ.പി. ജയരാജൻ തന്നെ ഇട്ടുകൊടുക്കുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.